മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം RSS നേതാക്കന്മാരുമായുള്ള ഒരു കൂടിക്കാഴ്ച അദ്ദേഹം കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ്, അല്ലാതെ ഞാൻ പറയുന്നില്ല. കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരാണ് അത് കൂടിക്കാഴ്ചയ്ക്ക് എത്തിയത്. അത് റിപ്പോർട്ട് ചെയ്യാൻ പോയ മാധ്യമപ്രവർത്തകരാണ് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞത്. ഒരു സംഭവം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമപ്രവർത്തകർ പോകും. അവരോട് പ്രതികരിക്കാൻ താല്പര്യമില്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രതികരിക്കാതെ മടങ്ങിപ്പോകുമായിരുന്നു. കടക്ക് പുറത്ത് എന്ന് പറയാൻ അർഹതയുള്ള ആളല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി. അദ്ദേഹം കേരളത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആളുകളാണ്. കേരളത്തിലെ CPM-കാരുടെ മുഖ്യമന്ത്രി അല്ല, കേരളത്തിലെ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്. അത് അദ്ദേഹം ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു. ജനാധിപത്യത്തിന്റെ 4ാം തൂണായ മാധ്യമങ്ങളെ അവഹേളിക്കുന്ന തുല്യമാണ്. അതേ പിണറായി വിജയനോട് കടക്ക് പുറത്ത് എന്ന് ജനങ്ങൾ പറഞ്ഞതും കാലത്തിന്റെ കാവ്യനിധി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. മുഖ്യമന്ത്രിയായതിനു ശേഷം VD സതീശൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഒരു ഓൺലൈൻ മാധ്യമപ്രവർത്തകൻ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം നടത്തിയ എക്സ്പ്രഷൻ ഇപ്പോൾ ഭയങ്കര വൈറലായിരിക്കുകയാണ്. വളരെ സിമ്പിളായി ഒരു മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ അദ്ദേഹം തെരഞ്ഞെടുത്ത രീതി അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അത്തരം ഒരു ചോദ്യം, കാരണം ഒരു വലിയ പ്രസക്തമായ രാഷ്ട്രീയ ചോദ്യമല്ല, അല്ലെങ്കിൽ കേരളം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയത്തെക്കുറിച്ചുള്ള ചോദ്യമല്ല. വാഹനങ്ങളുടെ മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിന് അദ്ദേഹം സമയമുണ്ടോ കാത്തിരിക്കുന്ന രൂപത്തിലാണ് എക്സ്പ്രഷൻ ഇട്ടതെന്ന്. അതിന് തൊട്ട് പിന്നാലെ അല്ലെങ്കിൽ ആ ഒരു എക്സ്പ്രഷന് ശേഷം പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് നടത്തും, ജനങ്ങളുടെ ആഗ്രഹം നടത്താൻ വേണ്ടിയിട്ടാണ് ഈ സർക്കാർ അധികാരത്തിലേറ്റത് എന്നുള്ള ഒരു കാര്യം കൂടി പറയുന്നുണ്ടല്ലോ. തീർച്ചയായും അത് തന്നെയാണ് പിണറായി വിജയനിൽ നിന്നും VD സതീശനെ വ്യത്യസ്തനാക്കി മാറ്റുന്ന ഒരു ഘടകം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി താരതമ്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഒരുപടി മുകളിൽ തന്നെയാണ് എപ്പോഴും VD സതീശൻ നിൽക്കുന്നത്. സാധാരണക്കാരായ ജനങ്ങളുടെ അത്താണിയായി, അവർക്ക് ആശ്രയമായി, അവരുടെ പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും അവർക്കൊപ്പം നിന്ന് അവരുടെ സന്തോഷങ്ങളിൽ അവരുടെ തോളോട് തോൾ ചേർന്ന കേരളത്തെ ഒരു ബദൽ പദ്ധതികളുമായി കേരളത്തിന്റെ വികസനത്തിന്, പുരോഗതിക്ക്, ഐശ്വര്യത്തിന് ഉതകുന്ന ഭരണം കാഴ്ചവെക്കാൻ VD സതീശന് കഴിയുമെന്ന പ്രതീക്ഷയും പ്രത്യാശയുമാണ് കേരളത്തിലെ ജനങ്ങൾക്കുള്ളത്. എന്തായാലും തുടക്കം അദ്ദേഹം ഗംഭീരമാക്കിയിട്ടുണ്ട്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞൊരു വാക്കാണ്, അല്ലെങ്കിൽ കടക്കുപുറത്ത് എന്ന്. എനിക്കൊന്ന് തെരഞ്ഞെടുപ്പ് സമയത്ത് UDF ഏറ്റവും വലിയ ക്യാമ്പയിനായി ഉപയോഗിച്ച വേർഡും ഇതേ കടക്കുപുറത്താണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് പോകുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾ അദ്ദേഹത്തോട് കടക്ക് പുറത്തു എന്ന് പറഞ്ഞു എന്ന് വരെ ആണ് നമ്മൾ, അല്ലെങ്കിൽ എല്ലാവരും പറഞ്ഞത് അങ്ങനെയാണ്. ഇപ്പോ പുതിയ മുഖ്യമന്ത്രിയെ VD സതീശൻ ചുമതലയേൽക്കുന്നു. ഇപ്പൊ VD സതീശൻ ചുമതലയേറ്റതിനു ശേഷം ഇപ്പോ CPM-ന്റെ സൈബർ ഹാൻഡിലുകൾ പറയുന്നത് ഒരു പാർട്ടി പ്രവർത്തകനോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞു എന്ന് പറയുന്നു. അത് ധാർഷ്ട്യമാണ്, VD സതീശൻ എന്ന വ്യക്തിയുടെ ധാർഷ്ട്യമാണ് എന്ന് ഒരു വശത്ത് പറയുന്നു. മറുവശത്ത് വാഹനങ്ങൾ മോഡിഫൈ ചെയ്യുന്ന കാര്യം ചോദിക്കുമ്പോൾ വളരെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. എനിക്കൊന്ന് ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായിട്ടുള്ള ഒരു റീല് VD സതീശൻ ആ ഒരു എക്സ്പ്രഷനാണ്. പൂക്കി മുഖ്യമന്ത്രിയാണ്, അല്ലെങ്കിൽ പൂക്കി CM എന്ന് വരെ പറയുന്നു. തനിക്ക് അവരോട് തോന്നിയ വാത്സല്യം, ആ വാത്സല്യത്തിന്റെ പേരിലാണ് താൻ അങ്ങനെ ചിരിച്ചതെന്നൊക്കെ പറയുമ്പോൾ ഒരു വശത്ത് പൂക്കി മുഖ്യമന്ത്രിയാണെന്ന് പറയുന്നു, മറുവശത്ത് ധാർഷ്ട്യത്തിന്റെ മുഖമാണ് VD സതീശൻ എന്ന് പറയുന്നു. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഒരു ധാർഷ്ട്യത്തിന്റെ മുഖം VD സതീശൻ ഉണ്ട് എങ്കിൽ അത് പുറത്തെടുക്കാൻ അദ്ദേഹം ശ്രമിക്കുമോ? കാര്യം ഏകാധിപതിയായ ധാർഷ്ട്യം പുറത്തെടുത്ത കടക്ക് പുറത്തെന്ന് പറഞ്ഞ ഒരു മുൻ മുഖ്യമന്ത്രിയെ എല്ലാ കാര്യത്തിനും അല്ലെങ്കിൽ എല്ലായ്പ്പോഴും വിമർശിക്കുകയും സഭയിൽ പോലും അദ്ദേഹത്തിനെതിരെ സംസാരിച്ച VD സതീശൻ എന്ന അന്നത്തെ പ്രതിപക്ഷ നേതാവിന് മുഖ്യമന്ത്രിയായി മാറുമ്പോൾ അത്തരമൊരു ധാർഷ്ട്യക്കാരനാവാൻ കഴിയുമോ? അത് മാത്രമല്ല, മറ്റൊരു ചോദ്യം ഉള്ളതെന്ന് വെച്ചാല്, തെരഞ്ഞെടുപ്പ് ജയിച്ചു മുഖ്യമന്ത്രിയായി ഏതാനും ദിവസങ്ങൾക്കകം തന്നെ അങ്ങനെ ഒരു ധാർഷ്ട്യം തന്റെ ഉള്ളിൽ ഉണ്ട് എങ്കിൽ അത് പുറത്തു വരുമോ? അപ്പൊ ഇതൊക്കെ ഇടത് സൈബർ ഹാൻഡിലുകൾ വെറുതെ പടച്ചു വിടുന്നതാണോ? തീർച്ചയായും കേരളത്തിന്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ 10 വർഷക്കാലം പിണറായി വിജയനായിരുന്നു. ആ 10 വർഷക്കാലം ഞാൻ മാധ്യമപ്രവർത്തനമായി ഈ ഫീൽഡിലുണ്ടായിരുന്നു. എനിക്ക് ഇതുവരെ മുഖ്യമന്ത്രിയോട് ഒരു വാർത്താ സമ്മേളനത്തിൽ ഒരു ചോദ്യം ചോദിക്കാനുള്ള അവസരം കിട്ടിയിട്ടില്ല. കാരണം അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയത് തിരുവനന്തപുരത്ത് മാത്രമാണ്. ആ മുഖ്യമന്ത്രിയോട് ഒരു ബൈറ്റ് എടുക്കാൻ കഴിഞ്ഞ സീതാറാം യെച്ചൂരി മരിച്ചപ്പോഴാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദ്യം ചോദിക്കാനുള്ള അവസരമൊന്നുമില്ല, മൈക്ക് നീട്ടിയിട്ടാണ്. പക്ഷേ പ്രതിപക്ഷ നേതാവായിരിക്കെ VD സതീശനോട് 5 വർഷക്കാലം നിരന്തരം സംവദിക്കാനും അദ്ദേഹത്തോട് സംസാരിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. യാതൊരു സംശയവും വേണ്ട, മുഖ്യമന്ത്രി പദത്തിലിരിക്കുന്ന VD സതീശൻ ഒരു മാധ്യമ പ്രവർത്തകനോടും കടക്ക് പുറത്ത് എന്ന് പറയില്ല എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത ചോദ്യം ചോദിച്ചാൽ പോലും അദ്ദേഹത്തിന് ചിരിച്ചുകൊണ്ടാണ് അതിന് മറുപടി പറയുക. ഒരുപക്ഷെ പരിഹാസരൂപേണൊക്കെ ചില ചോദ്യങ്ങൾ രാഷ്ട്രീയപരമായി കൃത്യമായ രാഷ്ട്രീയ അജണ്ടയോടുകൂടി ചോദ്യം ചോദിക്കുന്നത്, ഞാൻ പേരെടുത്ത് തന്നെ പറയുന്നു, കൈരളി ചാനലിന്റെ മാധ്യമപ്രവർത്തകരോട് ചില സമയത്ത് അദ്ദേഹം പറയാറുണ്ട്, നീ കൈരളി TV-യുടെ ആളല്ലേ? അത് അദ്ദേഹത്തെ കൈരളി TV അത് പറഞ്ഞതിന് ശേഷം അദ്ദേഹം ക്യാമറ ഓഫ് ചെയ്താൽ അതേ കൈരളി TV-ന്റെ കൊച്ചിയിലെ റിപ്പോർട്ടർമാരോട് തോളിൽ കൈയിട്ട് ലോക്യം പറയുന്ന ശേഷം അദ്ദേഹം പോകാറുള്ളൂ. പക്ഷേ ആ ഒരു ശൈലി മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്ന് കേരളം കണ്ടിരുന്നില്ല. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യവും ധിക്കാരവും നിറഞ്ഞ വാർത്താ സമ്മേളനങ്ങളായിരുന്നു ഞാൻ കണ്ടത്. ഈ കോവിഡ് സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ദിവസേന വന്ന് വാർത്താ സമ്മേളനം നടത്തും. വൈകിട്ട് 6 മണിക്ക് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം.
അന്ന് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ഒരു വനിതാ റിപ്പോർട്ടർ, കേരളം അറിയപ്പെടുന്ന ഒരു മാധ്യമ പ്രവർത്തക, അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ ഇങ്ങനെ പറയും. അത് കേട്ട് മാധ്യമ പ്രവർത്തകർ എഴുന്നേറ്റ് പോകും. ചോദിക്കാനുള്ള രണ്ട് ചോദ്യം, ഒരു ചോദ്യം കൈരളിക്കാരൻ ചോദിക്കും, ഒന്ന് ദേശാഭിമാനിക്കാരൻ ചോദിക്കും, ഒന്ന് മയതേതേ പത്രത്തിലെ CPM അനുകൂല ആയ ഒരു മാധ്യമ പ്രവർത്തകർ ചോദിക്കും. അല്ലെങ്കിൽ അന്നത്തെ മുഖ്യമന്ത്രി എന്താണ് വലിയ രീതിയിൽ വെല്ലുവിളിക്കാത്ത ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം പറയും. എന്നാൽ ഇതിന് ഘടകവിരുദ്ധമായി ഒരു ദിവസം അന്നത്തെ പ്രതിപക്ഷത്തിന്റെ കോൺഗ്രസ് ചാനലായ ജയ്ഹിന്ദ് ടിവിയിലെ ഒരു വനിതാ മാധ്യമ പ്രവർത്തക ചോദ്യം ചോദിച്ചു. അതോടുകൂടി അന്ന് മുഖ്യമന്ത്രി അലോസരപ്പെട്ടത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. അങ്ങനെ നിരന്തരം ഇവർ ചോദിക്കാൻ തുടങ്ങിയതിന് ശേഷം പിന്നീട് ചോദ്യം ചോദിക്കാനുള്ള അവസരം നിഷേധിക്കുകയും ടെലിപ്രോംപ്റ്റർ നോക്കി വായിക്കുന്ന പോലെ അല്ലെങ്കിൽ ആകാശവാണി തുറന്നു വെച്ചതുപോലെ പറയാനുള്ളത് കേട്ട് മാധ്യമപ്രവർത്തകർ എഴുന്നേറ്റ് പോകേണ്ട സാഹചര്യമായിരുന്നു. മാധ്യമപ്രവർത്തകരോട് കടക്ക് പുറത്ത് ജനാധിപത്യത്തിന്റെ 4ാം തൂണെന്നാണ് മാധ്യമങ്ങൾ അറിയപ്പെടുന്നത്. സാധാരണക്കാരായ ജനങ്ങൾക്ക് അറിയേണ്ട അല്ലെങ്കിൽ സാധാരണക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങളാണ് മാധ്യമപ്രവർത്തകർ ചോദിക്കുക എന്നാണല്ലോ പറയാറ്. തീർച്ചയായും കേരളത്തിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പോലെ, കേസരി ബാലകൃഷ്ണ പിള്ളയെ പോലെയുള്ള മാധ്യമപ്രവർത്തകരൊന്നും ഉണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. മാധ്യമ പ്രവർത്തനം അതിന്റെ എല്ലാ കെട്ടിലും മട്ടിലും രൂപത്തിലും ഭാവത്തിലും ഒക്കെ അതിന്റെ എല്ലാ എത്തിക്സും കാത്തു സംരക്ഷിച്ചാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നതെന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എവിടെയൊക്കെയോ നഷ്ടപ്പെട്ടു പോകാത്ത ചില എത്തിക്സുകൾ ഇന്നും മാധ്യമ മേഖലയിൽ കേരളത്തിൽ അവശേഷിക്കുന്നുണ്ട്. മാധ്യമ പ്രവർത്തകരോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ കേരളത്തിന്റെ ഏക മുഖ്യമന്ത്രി അത് പിണറായി വിജയനായിരിക്കാം. മാധ്യമ പ്രവർത്തകർ അവർ ഒരു ജോലി ചെയ്യുന്ന ആളുകളാണ് എന്നതിലൊന്നും ഒരു തർക്കവുമില്ല. മാധ്യമ പ്രവർത്തകർക്ക് പ്രത്യേക പ്രിവിലേജ് വേണമെന്നും ഞാൻ പറയുന്നില്ല. കാരണം പലപ്പോഴും നമ്മൾ മാധ്യമ പ്രവർത്തകർ ഇരിക്കുന്ന ഇതിൽ ഇപ്പോൾ ചില ആളുകൾ പറയുക, ഞാനൊരു മാധ്യമ പ്രവർത്തകൻ, എനിക്ക് എന്തുകൊണ്ട് അനുഭവിച്ചെന്നൂടെ. മാധ്യമ പ്രവർത്തകർക്ക് ഒരു പ്രിവിലേജും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മറ്റു ജോലി പോലെ, ഒരു ഹെഡ് ക്ലർക്ക് പോലെ, ഒരു സ്വീപ്പറെ പോലെ, ഒരു പ്യൂണിനെ പോലെയുള്ള ജോലി മാത്രമാണ് മാധ്യമ പ്രവർത്തനം. അക്കാര്യത്തിലൊന്നും ഒരു തർക്കവുമില്ല. പക്ഷേ കേരളത്തിലെ കോടിക്കണക്കിനായ ജനങ്ങൾക്ക് അവർക്ക് ഒരു വാർത്ത എത്തിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന ആളുകളാണ് മാധ്യമ പ്രവർത്തകർ. ആ മാധ്യമ പ്രവർത്തകരോട് കടക്ക് പുറത്ത് എന്ന് പിണറായി വിജയൻ പറഞ്ഞത് ആ മാധ്യമ പ്രവർത്തകരോടൊന്നല്ല, ഒരു ജനപ്രതിനിധി, അതിപ്പോ ചേട്ടനാകട്ടെ ഞാനാകട്ടെ തെരഞ്ഞെടുപ്പിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചു കഴിഞ്ഞാൽ വിജയിച്ച് ഒരു മന്ത്രിസ്ഥാനത്തേക്ക്, മുഖ്യമന്ത്രി എന്ന് ഞാൻ പറയുന്നില്ല, ഒരു മന്ത്രിസ്ഥാനത്തേക്ക് MLA സ്ഥാനത്തേക്ക് എത്തുമ്പോൾ സാധാരണക്കാരെ ആര് ചോദ്യം ചോദിച്ചാലും, പ്രത്യേകിച്ച് മന്ത്രിയാകുമ്പോൾ ആര് ചോദ്യം ചോദിച്ചാലും, അവിടെ മാധ്യമ പ്രവർത്തകരെന്നോ അല്ലെങ്കിൽ മറ്റ് ജോലി ചെയ്യുന്നവരെന്നോ ജോലി ഇല്ലാത്തവരെന്നോ ഒന്നൊന്നുമില്ല, ആര് ചോദിച്ചാലും ആ ചോദ്യത്തിന് മറുപടി പറയാൻ ആ മന്ത്രിയുടെ ഉത്തരവാദിത്തമാണ് അതിന് മറുപടി പറയുക എന്നുള്ളത്. ഇതിപ്പോ മാധ്യമ പ്രവർത്തകരോടല്ല, CPM-ന്റെ തന്നെ സമ്മേളനത്തിൽ ചോദ്യം ചോദിച്ച ആളോട് വീട്ടിൽ പോയി ചോദിക്കാൻ പറയുക, അത് ഒരിക്കലും ഒരു ജനപ്രതിനിധിക്ക് ചേരുന്ന രീതിയല്ലല്ലോ. തീർച്ചയായും ഒരിക്കലും ഒരു ജനപ്രതിനിധി പറയരുത് എന്ന് തന്നെയാണ് അതിലുള്ളത്. അതിന്റെ കൃത്യമായി ജനം ഇപ്പോൾ കടക്ക് പുറത്ത് എന്ന് പിണറായി വിജയനോട് പറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനം VD സതീശൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം ആദ്യത്തെ മന്ത്രിസഭ യോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ആളിനകത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടിച്ചുകൂടി നിൽക്കാൻ സത്യപ്രതിജ്ഞ ദിവസമാണ്. അദ്ദേഹം ആളിലെ കോൺഗ്രസ് പ്രവർത്തകർ നിങ്ങളൊന്ന് പുറത്തേക്ക് സംസാരിക്കില്ല എന്ന് പറഞ്ഞതിനെ CPM സൈബർ ഹാൻഡിലുകൾ വലിയ തോതിലുള്ള പ്രചരണ ആയുധമാക്കി മാറ്റുകയാണ്. അവർ പറയുന്നു, കണ്ടില്ലേ മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം, ധിക്കാരം എന്നൊക്കെയാണ്. അദ്ദേഹം അവിടെയുള്ള കോൺഗ്രസ് പ്രവർത്തകരോടാണ് പറഞ്ഞത്, നിങ്ങളൊന്ന് പുറത്തേക്ക് പോകും, ഞാൻ സംസാരിക്കട്ടെ, നിങ്ങൾ മിണ്ടല്ല എന്ന്. അത് പറയാനുള്ള അവകാശം അദ്ദേഹത്തിന്. പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹം RSS നേതാക്കന്മാരുമായുള്ള ഒരു കൂടിക്കാഴ്ച അദ്ദേഹം കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ്, അല്ലാതെ ഞാൻ പറയുന്നില്ല. കുമ്മൻ രാജശേഖരൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരാണ് അത് കൂടിക്കാഴ്ചയ്ക്ക് എത്തിയത്. അത് റിപ്പോർട്ട് ചെയ്യാൻ പോയ മാധ്യമപ്രവർത്തകരോടാണ് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞത്. ഒരു സംഭവം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്യാൻ മാധ്യമപ്രവർത്തകർ പോകും. അവരോട് പ്രതികരിക്കാൻ താല്പര്യമില്ലെങ്കിൽ അദ്ദേഹത്തിന് പ്രതികരിക്കാതെ മടങ്ങിപ്പോകുമായിരുന്നു. കടക്ക് പുറത്ത് എന്ന് പറയാൻ അർഹതയുള്ള ആളല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി. അദ്ദേഹം കേരളത്തിൽ ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ആളുകളാണ്. കേരളത്തിലെ CPM-കാരുടെ മുഖ്യമന്ത്രി അല്ല, കേരളത്തിലെ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്. അത് അദ്ദേഹം ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു. ജനാധിപത്യത്തിന്റെ 4ാം തൂണായ മാധ്യമങ്ങളെ അവഹേളിക്കുന്ന തുല്യമാണ്. അതേ പിണറായി വിജയനോട് കടക്ക് പുറത്ത് എന്ന് ജനങ്ങൾ പറഞ്ഞതും കാലത്തിന്റെ കാവ്യനിധി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. രണ്ടാമത്തെ കാര്യം, മുഖ്യമന്ത്രിയായതിനു ശേഷം VD സതീശൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഒരു ഓൺലൈൻ മാധ്യമപ്രവർത്തകൻ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം നടത്തിയ എക്സ്പ്രഷൻ ഇപ്പോൾ ഭയങ്കര വൈറലായിരിക്കുകയാണ്. വളരെ സിമ്പിളായി ഒരു മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് ഉത്തരം പറയാൻ അദ്ദേഹം തെരഞ്ഞെടുത്ത രീതി അത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം അത്തരം ഒരു ചോദ്യം, കാരണം ഒരു വലിയ പ്രസക്തമായ രാഷ്ട്രീയ ചോദ്യമല്ല, അല്ലെങ്കിൽ കേരളം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയത്തെക്കുറിച്ചുള്ള ചോദ്യമല്ല, വാഹനങ്ങളുടെ മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിന് അദ്ദേഹം സമയമുണ്ടോ കാത്തിരിക്കുന്ന രൂപത്തിലാണ് എക്സ്പ്രഷൻ ഇട്ടതെന്ന്. അതിന് തൊട്ട് പിന്നാലെ അല്ലെങ്കിൽ ആ ഒരു എക്സ്പ്രഷന് ശേഷം പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് നടത്തും, ജനങ്ങളുടെ ആഗ്രഹം നടത്താൻ വേണ്ടിയിട്ടാണ് ഈ സർക്കാർ അധികാരത്തിലേറ്റത് എന്നുള്ള ഒരു കാര്യം കൂടി പറയുന്നുണ്ടല്ലോ. തീർച്ചയായും അത് തന്നെയാണ് പിണറായി വിജയനിൽ നിന്നും VD സതീശനെ വ്യത്യസ്തനാക്കി മാറ്റുന്ന ഒരു ഘടകം. വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ഇനി 5 വർഷക്കാലത്തേക്കാണ് ഈ തെരഞ്ഞെടുപ്പ് നടന്ന് അദ്ദേഹത്തെ അധികാരമേറ്റിരിക്കുന്നത്. 5 വർഷം 1800ഓളം ദിവസം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി
ഈ വി ഡി സതീശൻ ഉണ്ടാകും. ആ വി ഡി സതീശന്റെ ഭാഗത്തുനിന്നും കോൺഗ്രസിന്റെ ഐക്യജനാധിപത്യ മുന്നണിയും കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഏതെല്ലാം തരത്തിലുള്ള നടപടികൾ ഉണ്ടാകും, ഏതെല്ലാം തരത്തിലുള്ള നിലപാടുകൾ ഉണ്ടാകും എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയനുമായി, മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി താരതമ്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഒരുപടി മുകളിൽ തന്നെയാണ് എപ്പോഴും വി ഡി സതീശൻ നിൽക്കുന്നത്. സാധാരണക്കാരായ ജനങ്ങളുടെ അത്താണിയായി, അവർക്ക് ആശ്രയമായി, അവരുടെ പ്രയാസങ്ങളിലും പ്രശ്നങ്ങളിലും അവർക്കൊപ്പം നിന്ന്, അവരുടെ സന്തോഷങ്ങളിൽ അവരുടെ തോളോട് തോൾ ചേർന്ന കേരളത്തെ ഒരു ബദൽ പദ്ധതികളുമായി കേരളത്തിന്റെ വികസനത്തിന്, പുരോഗതിക്ക്, ഐശ്വര്യത്തിന് ഉതകുന്ന ഭരണം കാഴ്ചവെക്കാൻ വി ഡി സതീശന് കഴിയുമെന്ന പ്രതീക്ഷയും പ്രത്യാശയുമാണ് കേരളത്തിലെ ജനങ്ങൾക്കുള്ളത്. എന്തായാലും തുടക്കം അദ്ദേഹം ഗംഭീരമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ മണ്ണിൽ വികസനത്തിന്റെ വിസ്ഫോടനം തീർക്കാൻ, വികസനത്തിന്റെ വെള്ളി വെളിച്ചം വിതരാൻ, വികസനത്തിന്റെ വിസ്മയം തീർക്കാൻ കഴിയട്ടെ. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ മാധ്യമ പ്രവർത്തകരോട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയെയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയെയും കടക്ക് പുറത്ത് ഭരണത്തിൽ നിന്നെന്ന് പറഞ്ഞ മൂലക്കിരുത്തിയ ജനങ്ങൾക്ക്, ആ ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഭരണം UDF-ൽ നിന്നും കോൺഗ്രസിൽ നിന്നും ഉണ്ടാകും. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ ഭാഗത്തു നിന്നും ഒട്ടനവധി ജനക്ഷേമ പദ്ധതികൾ ഉണ്ടാകും. പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ, അക്കമിട്ട് നിരത്തിയ കാര്യങ്ങൾ എണ്ണയിട്ട യന്ത്രം പോലെ കേരളത്തിൽ നടപ്പാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ഇത് 5 വർഷക്കാലത്തേക്കാണ് ജനങ്ങൾ അധികാരത്തിലെത്തിയത്. ഈ 5 വർഷക്കാലം കൊണ്ട് കേരളത്തിൽ ഏതെല്ലാം തരത്തിലുള്ള മാറ്റം കൊണ്ടുവരാൻ വി ഡി സതീശന് കഴിയുമെന്ന കാര്യത്തിൽ വ്യക്തത വരണമെങ്കിൽ ആദ്യത്തെ 100 ദിവസത്തെ കർമ്മ പദ്ധതികൾ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ കർമ്മ പദ്ധതികൾ, ഏതെല്ലാം പദ്ധതികൾ അത് യാഥാർത്ഥ്യമാക്കാൻ കഴിയും? ഇന്ദിരാ ഗ്യാരണ്ടിയിലെ ആദ്യത്തെ വയോജന വകുപ്പ് രൂപീകരിച്ചു കഴിഞ്ഞു. KSRTC-യിലെ സൗജന്യ യാത്ര ജൂൺ മാസം 15 മുതൽ യാഥാർത്ഥ്യമാക്കാൻ പോവുകയാണ്. മാനദണ്ഡങ്ങൾ പ്രഖ്യാപിച്ച് യാഥാർത്ഥ്യമാക്കാൻ പോവുകയാണ്. ഇൻഷുറൻസ് പദ്ധതി വരും ദിവസങ്ങളിൽ ഇൻഷുറൻസുമായുള്ള ചർച്ച നടക്കും. എന്തായാലും വലിയ ഒരു മാറ്റത്തിന്റെ തുടക്കം കുറിക്കും. അന്ന് ആരോടും കടക്ക് പുറത്തെന്ന് പറയാത്ത, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു മുഖ്യമന്ത്രിയായിരിക്കും കേരളത്തിൽ ഉണ്ടാകുക എന്ന കാര്യത്തിൽ തർക്കമില്ല.